ബിന്ദു അമ്മിണിയെയും കനകദുർഗയെയും പോലീസിന്റെ സംരക്ഷണത്തോടുകൂടി ശബരിമലയിൽ രഹസ്യമായി കൊണ്ടുചെന്നെത്തിച്ച് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ആചാരലംഘനം നടന്ന ദിവസം രാവിലെ ഗുരുവായൂരിൽ അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പ്രതിഷേധമറിയിച്ച് അദ്ദേഹത്തെ കരിങ്കൊടി കാണിച്ച് അദ്ദേഹത്തിന്റെ പരിപാടി തടസ്സപ്പെടുത്തിയതിന്റെ പേരിൽ പോലീസും ഡിവൈഎഫ്ഐക്കാരും ചേർന്ന് മർദ്ദിച്ച് എന്റെ ഈ ഇടത്തെ കാല് തല്ലിയൊടിക്കുകയുണ്ടായി. തുടർന്ന് ഞാൻ ആശുപത്രിയിലായിരുന്നു. ഏതാണ്ട് 1-2 മാസക്കാലം സ്ട്രെച്ചസിലാണ് നടന്നത്. അന്നും ശബരിമല അയ്യപ്പന്റെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി നടത്തിയ പോരാട്ടത്തിൽ അണിചേർന്നു എന്ന അഭിമാനബോധമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ നാളുകളേറെ കഴിഞ്ഞ് ഏതാണ്ട് 5-6 വർഷങ്ങൾക്കിപ്പുറം യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ജയിലിൽ പോയി. ജയിലിൽ പോയതിനു ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് അത്ഭുതത്തോടെ ഞാൻ ചിന്തിച്ചത് 5-6 വർഷം മുമ്പ് ഈ വലിയ പ്രക്ഷോഭത്തിന്റെ മുൻനിരയിലൊക്കെ ഉണ്ടായിരുന്ന എന്റെ പഴയ പ്രസ്ഥാനം എന്തേ ഇപ്പൊ പ്രതികരിക്കാത്തതെന്നാണ്. ഇപ്പൊ അയ്യപ്പന് വേണ്ടി പ്രതികരിക്കാൻ സംഘപരിവാറിന്റെ ആരെയും കാണുന്നില്ല, ബിജെപിക്കാരെ ആരെയും കാണുന്നില്ല. പിണറായി വിജയന്റെ സർക്കാർ ദേവസ്വം ബോർഡ് അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണപ്പാളി കവർച്ചയിൽ പ്രതിഷേധിക്കാനോ പ്രതികരിക്കാനോ RSSും സംഘപരിവാറും ഹിന്ദു ഐക്യവേദിയും BJPയും ഒന്നും രംഗത്തേയില്ല. ഞാൻ അത്ഭുതത്തോടു കൂടി നോക്കുകയാണ്. ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം പല സുഹൃത്തുക്കളോട് ചോദിച്ചു, പഴയ ആളുകളോട് ചോദിച്ചു, നിങ്ങൾ എന്താ പ്രതികരിക്കാത്തത്? 5 വർഷം മുമ്പ് കേരളത്തിലുടനീളം രക്തരൂക്ഷിതമായ സമരപ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു പ്രസ്ഥാനം ഇന്ന് എന്തേ മൗനത്തിന്റെ വാൽമീകത്തിൽ അഭയം തേടിയിരിക്കുന്നു എന്ന് ഞാൻ അവരോട് ചോദിച്ചു. അവരെന്നോട് പറഞ്ഞത് 5 വർഷം മുമ്പത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല, ഇപ്പോ ഞങ്ങളും പിണറായി വിജയനും ഒക്കെ വലിയ അടുപ്പത്തില, അതായത് CPMും പിണറായി വിജയനും ഒക്കെ വലിയ അടുപ്പത്തിലാണ്. പിണറായി വിജയന്റെ ഭരണം തുടരണം എന്നാണ് ഇപ്പൊ BJP ആഗ്രഹിക്കുന്നത്. LDF ഭരണം തുടരണമെന്ന് CPMകാരെക്കാൾ കൂടുതൽ ഇപ്പൊ ആഗ്രഹിക്കുന്നത് BJPക്കാരാണ്. അതുകൊണ്ട് പിണറായി വിജയന്റെ ഭരണത്തിന് ദോഷം ചെയ്യുന്ന ഒന്നും ചെയ്യരുത് എന്നാണ് BJPയുടെയും RSSന്റെയും നേതൃത്വങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ പ്രദേശത്തെ BJPയുടെ പഴയകാലത്തെ എന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നോക്കൂ, പിണറായി വിജയനെ പോലെ CPMനെ പോലെ ശബരിമലയെ തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയവർക്കെതിരെ ഒരു കാലത്ത് നമ്മളൊക്കെ ഒരുമിച്ച് പ്രക്ഷോഭത്തിൽ അണിനിരുന്നവരാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഇന്ന് BJPയുടെ നേതൃത്വം, RSSന്റെ നേതൃത്വം പിണറായി വിജയനോട് പുലർത്തുന്ന ഈ ദാസ്യവേലയിൽ, പിണറായി വിജയനോട് പുലർത്തുന്ന ഈ അമിത വിധേയത്വത്തിൽ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ? നിങ്ങൾക്ക് അവരോട് യോജിക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ യഥാർത്ഥ അയ്യപ്പ വിശ്വാസികളാണെങ്കിൽ ശബരിമലയോട് പിണറായി വിജയനും ഇടതുപക്ഷ ഭരണകൂടവും കാണിക്കുന്ന നെറികേടിനോട് നിങ്ങൾക്ക് പ്രതിഷേധമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ടത് നിങ്ങൾ ഇപ്പോൾ പിന്തുടരുന്ന ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഉപേക്ഷിച്ച് എന്റെ കൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായി മാറുക എന്നുള്ളതാണ്, ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറുക എന്നുള്ളതാണ്. ഇന്ന് അയ്യപ്പ വിശ്വാസികളെ ഹൃദയവികാരം ഏറ്റെടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ഈ സംസ്ഥാനത്ത് പ്രതിഷേധ രംഗത്തുണ്ടെങ്കിൽ ആ പ്രസ്ഥാനത്തിന്റെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് മാത്രമാണ്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. ജയിലിൽ പോയ സമയത്ത് BJPക്കാർക്ക് വല്ലാത്ത അസ്വസ്ഥയായിരുന്നു. ഞാൻ ജയിലിൽ പോയ സമയത്ത് BJPയുടെ ഒരു നേതാവ്, ഏതോ ഒരു ചോട്ടാ നേതാവ് പത്തനംതിട്ടയിൽ നിന്നും പ്രസംഗിച്ചത്രേ, പോലീസ് സന്ദീപിന്റെ തലമണ്ടയടിച്ചു പൊളിക്കണമായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, സന്ദീപ് സമരം ചെയ്ത് ജയിലിൽ പോയത്, ഞാൻ ജയിലിൽ പോയത് ഹാൻഡ്സ് വെച്ച് ശബരിമലയിൽ പോയതിന്റെ പേരിലല്ല. ഞാൻ സമരം ചെയ്ത് ജയിലിൽ പോയത് വ്യാജ ഇരുമുടിക്കെട്ട് തൃശ്ശൂർ എലൈറ്റ് ബാറിൽ വെച്ച് നിറച്ച് ഇങ്ങോട്ട് വന്ന വഴിയിൽ പോലീസ് പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയി ആ ഇരുമുടിക്കെട്ട് നിലത്തേക്ക് വലിച്ചെറിഞ്ഞ് നടത്തിയ നാടകത്തിന്റെ ഒടുവിലല്ല ഞാൻ ജയിലിൽ പോയത്. മറിച്ച് അഭിമാനത്തോടെ മൂവർണ്ണക്കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അയ്യപ്പ വിശ്വാസികൾക്ക് വേണ്ടി യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായി സമരം ചെയ്തിട്ടാണ് ഞാൻ ജയിലിൽ പോയത്. അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും തരത്തിൽ BJPയും RSSും നടത്തിയതുപോലെ അയ്യപ്പ വിശ്വാസികളെ വഞ്ചിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിന്റെ ഭാഗമായിട്ടല്ല പോയത്.
ഞാൻ പത്തനംതിട്ടയിലെ അയ്യപ്പ വിശ്വാസികളുടെ ഓർമ്മയെ കുറച്ചു കാലം മുൻപത്തേക്ക് ക്ഷണിക്കാൻ ആഗ്രഹിക്കുക. എന്റെ ശബ്ദം കേൾക്കുന്ന BJP-ക്കാരോട് അവരുടെ ഓർമ്മയെ കുറച്ചു കാലം മുൻപത്തേക്ക് ക്ഷണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏതാണ്ട് 5 വർഷക്കാലം മുൻപ് 2019 പത്തനംതിട്ടയിൽ വന്ന് ഒരാൾ ഒരു പ്രസംഗം നടത്തി. അദ്ദേഹം ഗുജറാത്തിയിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചിട്ടാണ് പ്രസംഗം തുടങ്ങിയത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. 2019 ആരായിരുന്നു ആ പ്രസംഗം നടത്തിയത്? ഇന്ത്യയുടെ ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പത്തനംതിട്ടയിൽ വന്നൊരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇന്നും യൂട്യൂബിൽ അവൈലബിൾ ആണ്, നിങ്ങൾ പരിശോധിക്കണം. അദ്ദേഹം പറഞ്ഞു, ഒരിക്കൽ കൂടി BJP അധികാരത്തിൽ വന്നാൽ ശബരിമലയിലെ പ്രശ്നങ്ങൾക്ക് ഭരണഘടനാപരമായ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിഹാരമുണ്ടാകും എന്നാണ് നരേന്ദ്രമോദി പത്തനംതിട്ട ജില്ലയിലെ ജനങ്ങൾക്ക് വാക്കുകൊടുത്തത്. ഞാൻ BJP പ്രവർത്തകരോട്, BJP നേതാക്കളോട്, RSS നേതാക്കളോട് വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 5 വർഷക്കാലത്തിനുള്ളിൽ എന്തേ ശബരിമലയിലെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾ ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരം കണ്ടെത്തിയില്ല? എന്തുകൊണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞില്ല? ഇനി ഞാൻ പറയുന്നത് തെറ്റാണ് എന്ന് തോന്നുന്ന BJP-ക്കാരുണ്ടെങ്കിൽ 2019 BJP-യുടെ പ്രകടന പത്രിക BJP-യുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇന്റർനെറ്റിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പരിശോധിക്കണം. അതിൽ സാംസ്കാരിക വിഭാഗത്തിൽ കൃത്യമായി അച്ചടിച്ചെഴുതി വെച്ചിട്ടുണ്ട്, ശബരിമലയ്ക്ക് വേണ്ടി ഭരണഘടനാപരമായിട്ടുള്ള സാധ്യതകൾ തേടിക്കൊണ്ടുള്ള ഒരു നിയമനിർമ്മാണം കേന്ദ്ര BJP നേതൃത്വം നടത്തുമെന്ന് അച്ചടിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, കഴിഞ്ഞ 5 വർഷക്കാലം 2019 മുതൽ 2024 വരെ എത്രയോ തവണ ഇന്ത്യയുടെ ഭരണഘടന ഭേദഗതി ചെയ്യാൻ വേണ്ടി നിങ്ങൾ പാർലമെന്റിനകത്ത് നടത്തിയിട്ടുള്ള ഹീനമായ പരിശ്രമങ്ങൾക്കെതിരെ ഈ രാജ്യത്ത് വലിയ പ്രക്ഷോഭങ്ങൾ അരങ്ങേറിയതാണ്. പക്ഷേ നിങ്ങൾ ഈ രാജ്യത്ത് പലതവണ ഭരണഘടന തിരുത്തി എഴുതാൻ വേണ്ടി പരിശ്രമിച്ചപ്പോൾ എന്തേ ഒരു തവണ പോലും നിങ്ങൾ ശബരിമലയ്ക്ക് വേണ്ടിയുള്ള ഒരു ഇടപെടൽ അതിൽ നടത്തിയില്ല? എന്തേ നിങ്ങൾ നടത്തിയില്ല? നിങ്ങൾ വാഗ്ദാനം ചെയ്തതാണല്ലോ. വാഗ്ദാനം ചെയ്തിട്ട് പത്തനംതിട്ട ജില്ലയിലെ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത് അവരെ പറ്റിച്ചിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഈ സീതത്തോടക്കമുള്ള പ്രദേശങ്ങളിലെ യുവാക്കൾ RSS-ന്റെയും BJP-യുടെയും വാക്ക് വിശ്വസിച്ചുകൊണ്ട് ശബരിമല പ്രക്ഷോഭകാലത്ത് തെരുവിലിറങ്ങിയിട്ട് അവസാനം കേസിൽ കുടുങ്ങി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം നരകയാതന അനുഭവിച്ച് പത്തനംതിട്ടയിലെയും കൊട്ടാരക്കരയിലെയും തിരുവനന്തപുരത്തെയും ജയിലിൽ പോയപ്പോ തിരിഞ്ഞു നോക്കാൻ ഒരു RSS-ന്റെ നേതാവ് ഉണ്ടായിരുന്നില്ല, ഒരു BJP-യുടെ നേതാവ് ഉണ്ടായിരുന്നില്ല. ഓർമ്മയില്ല നിങ്ങൾക്ക് ആ കാലം? എനിക്ക് ഓർമ്മയുണ്ട്. ആയിരക്കണക്കിന് 10,000-കണക്കിന് ചെറുപ്പക്കാർ ഇന്നും ശബരിമലയുമായി ബന്ധപ്പെട്ട കേസുകളിൽ നരകയാതന അനുഭവിക്കുന്നു. നാമജപ ഘോഷയാത്ര നടത്തിയതിന്റെ പേരിൽ കേസുകളിൽപ്പെട്ട സ്ത്രീകളടക്കമുള്ളവർ, അങ്ങനെ എടുത്ത കേസുകൾ എത്രയാ? ആയിരക്കണക്കിന് കേസുകളാ. അപ്പോഴാണ് ഇപ്പൊ പുതിയൊരു അയ്യപ്പ ഭക്തൻ ഇറങ്ങിയിട്ടുള്ളത്. ആരാ അയ്യപ്പ ഭക്തൻ? ഏറ്റവും പുതിയ അയ്യപ്പ ഭക്തൻ അത് സാക്ഷാൽ പിണറായി വിജയനാണ്. ഞാൻ കഴിഞ്ഞ തവണ റാന്നിയിൽ വന്ന സമയത്ത് വഴിനീള ഫ്ലക്സ് ബോർഡുകളാണ്, വഴിനീള ഫ്ലക്സ് ബോർഡുകൾ. അയ്യപ്പ സംഗമം, അയ്യപ്പ സംഗമം. ഫ്ലക്സ് ബോർഡിൽ പിണറായി വിജയനും ഉണ്ട്, വാസവനുണ്ട്, അയ്യപ്പ മാത്രമില്ല. അവസാനം വേദി നോക്കുന്ന സമയത്ത് വേദിയിലും പിണറായി വിജയനും ഉണ്ട്. പിണറായി വിജയന് ഹരഹര പാടുന്ന, ജയ ജയ പാടുന്ന കുറച്ച് ആളുകൾ, ഞാൻ ഒരു പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്ന അത്തരം ചില ആളുകളുമുണ്ട്. വാസവനുണ്ട്. ഒരൊറ്റ അയ്യപ്പ സ്വാമി പോലും വേദിയിലില്ല. കറുപ്പെടുത്തൊരു ഒറ്റ അയ്യപ്പ സ്വാമി പോലും ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ടില്ല. യഥാർത്ഥ അയ്യപ്പ ഭക്തരാരും ആ അയ്യപ്പ സംഗമ വേദിയിൽ പോയിട്ടില്ല. എന്നിട്ട് ആ വേദിയിൽ വെച്ച് വലിയ അഭിമാനബോധത്തോടുകൂടി, വലിയ അവകാശവാദങ്ങളോടുകൂടി ഒരാളുടെ കത്ത് വായിച്ചു. ആരുടെ കത്താ വായിച്ചത്? ദക്ഷിണേന്ത്യയിലെ യഥാർത്ഥ അയ്യപ്പ ഭക്തനായിട്ടൊരു മുഖ്യമന്ത്രി കർണാടകയിൽ ഇരിക്കുന്നുണ്ട്. പേര് സിദ്ധരാമയ്യ എന്നാണ്. ആ മുഖ്യമന്ത്രി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ കത്തല്ല അവിടെ വായിച്ചത്. ഈ ശബരിമലയിലേക്ക് ഏറ്റവും കൂടുതൽ ഭക്തർ വരുന്ന തെലങ്കാനയിലെ മുഖ്യമന്ത്രി, കോൺഗ്രസുകാരനായിട്ടുള്ള രേവന്ത് റെഡ്ഡി ഹൈദരാബാദിൽ ഇരിക്കുന്നുണ്ട്. ആ രേവന്ത് റെഡ്ഡിയുടെ ലെറ്റർ അല്ല, കത്തല്ല ആ വേദിയിൽ വായിച്ചത്. മറിച്ച് ആരുടെ കത്താ വായിച്ചത്? ഒരൊറ്റ അയ്യപ്പ ഭക്തൻ പോലും വരാത്ത ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി RSS-കാരനായ യോഗി ആദിത്യനാഥിന്റെ കത്താണ് CPM-കാരനായിട്ടുള്ള ദേവസ്വം മന്ത്രി വേദിയിൽ വായിച്ചത്. ഞാൻ CPM-മാരെ ചോദിക്കാൻ ആഗ്രഹിക്കുക, നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ? ഉളുപ്പുണ്ടോ? യോഗി ആദിത്യനാഥിന്റെ കത്തെടുത്ത് വായിച്ചിട്ട്, ആ കത്ത് വായിച്ചിട്ട് മേനി നടിക്കുകയാണ്.
ആരാ യോഗി ആദിത്യനാഥ്? ഇന്ത്യയിൽ ഏറ്റവും അധികം വർഗീയ വിഷലിപ്തമായ പ്രചരണങ്ങൾ നടത്തിയതിന്റെ പേരിൽ കേസുകൾ നേരിടുന്ന ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു സ്വാമി. ഇപ്പോ പിണറായി വിജയന്റെ ആത്മീയ ഗുരു യോഗി ആദിത്യനാഥ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്നിട്ടിപ്പോ ചില ആളുകൾ പറയുന്നു പിണറായി വലിയ ഭക്തനായി. എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ മനസ്സിലാക്കിയത് പയ്യന്നൂരിൽ ഒരു ജ്യോത്സ്യനുണ്ട്, കണ്ണൂരിനടുത്ത് പയ്യന്നൂരിൽ ഒരു വലിയ പ്രശസ്തനായിട്ടൊരു ജ്യോതിഷിയുണ്ട്. ആ ജ്യോതിഷിന്റെ അടുത്ത് ഗോവിന്ദൻ മാസ്റ്റർ പോയി. ഗോവിന്ദൻ മാസ്റ്റർ പോയ സമയത്ത് ആ ജ്യോതിഷി പറഞ്ഞത്രേ, പിണറായി വിജയൻ അയ്യപ്പ കോപമുണ്ട്, അയ്യപ്പ കോപമുണ്ട്. ആ അയ്യപ്പ കോപം ഉള്ളത് കൊണ്ട് പരിഹാരം വേണം. ആ പരിഹാരത്തിന്റെ ഭാഗമാണ് പോലും ഈ അയ്യപ്പ സംഘം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഞാൻ ഒരു കാര്യം പറയാം. 2018 മുതൽ പിണറായി സർക്കാർ ശബരിമലയെ തകർക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള പരിശ്രമം, ശബരിമല വിശ്വാസത്തെ തകർക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള പരിശ്രമം, ശബരിമലയിലെ അയ്യപ്പ ഭക്തരെ വേട്ടയാടിയിട്ടുള്ള നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ, ഈ സംഭവങ്ങളൊക്കെ, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വലിയ വിഷമം, വലിയ പ്രയാസം, മാനസിക പ്രയാസം അയ്യപ്പ ഭക്തർക്കിടയിലുണ്ട്. അതുകൊണ്ട് അതെല്ലാം ചേർന്ന് രൂപപ്പെട്ടിട്ടുള്ള അയ്യപ്പ കോപം ഉണ്ടെങ്കിൽ, പിണറായി വിജയൻ അയ്യപ്പ കോപം ഉണ്ടെങ്കിൽ, ആ അയ്യപ്പ കോപം ഇല്ലാതാവാൻ നിങ്ങൾ കേവലം ഈ അയ്യപ്പ സംഗമം നടത്തിയതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇനി 41 ദിവസം പിണറായി വിജയനും റിയാസും വ്രതമെടുത്ത് മല ചവിട്ടിയാൽ പോലും തീരാത്തത്ര കൊടിയ പാപങ്ങൾ നിങ്ങൾ ശബരിമലയോട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള സമാധാനവും കിട്ടാൻ പോകുന്നില്ല. അയ്യപ്പ സംഗമം നടത്തിയിട്ട് നമ്മൾ കണ്ടല്ലോ, പണ്ടൊക്കെ ദൈവം പിന്നേക്കും പിന്നെ ആയിരുന്നെങ്കിൽ ഇപ്പൊ ATM പോലെയാണ്, കുത്തിയാൽ അപ്പ കിട്ടും എന്നാ പറയുന്നത്, അല്ലേ? ഉടനെ തന്നെ വന്നു. ഒരാഴ്ചക്കകം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്ന അന്വേഷണത്തിലാണ് ഈ സ്വർണ്ണപ്പാളി മോഷണം പുറത്തു വന്നത്.